ജനങ്ങളുടെ മനോഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് തുറന്ന് സമ്മതിച്ചു CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിലാണ് പാർട്ടിയുടെ സ്വയം വിമർശനം. തിരിച്ചടിയുടെ കാരണങ്ങളിൽ ചിലത് പാർട്ടി ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സർക്കാരിനെ തിരുത്താനുള്ള മാർഗരേഖയും പാർട്ടി മുന്നിൽ കാണുന്നുണ്ടെന്നും തോന്നുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെയും തിരുത്തേണ്ടേ എന്ന ചോദ്യം വന്നാൽ പ്രശ്നമാണ്. ശരിക്കും തിരുത്തേണ്ടത് എന്താണെന്ന് പാർട്ടിക്ക് അറിയാത്തതാണെങ്കിൽ ഒന്ന് കണ്ണ് തുറന്നു നോക്കിയാൽ മതി. OR കേളുവിനെ മന്ത്രിയാക്കിയപ്പോൾ മുൻഗാമി കൈകാര്യം ചെയ്തിരുന്ന സുപ്രധാന വകുപ്പുകൾ മാറ്റിയതാണ് ഏറ്റവും ആദ്യം തിരുത്തേണ്ട അനീതി. ഭരണപരിചയം ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മന്ത്രിമാരെ തെരഞ്ഞെടുത്ത രണ്ടാം പിണറായി സർക്കാരിലേക്കാണ് 2.5 പതിറ്റാണ്ട് രാഷ്ട്രീയ പരിചയമുള്ള OR കേളുവിനെ പുതുമുഖമാക്കി കരുതൽ കാണിച്ചിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരെ ഭരിക്കുന്ന ഒരു മന്ത്രിയല്ല വേണ്ടത്, അധികാരത്തിൽ അർഹിക്കുന്ന പ്രാതിനിധ്യമാണ്. ലോക്സഭാംഗമായി തെരഞ്ഞെടുത്ത K രാധാകൃഷ്ണന്റെ ഒഴിവിലേക്കാണ് OR കേളു മന്ത്രിയായി എത്തുന്നത്. നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവാൻ MV ഗോവിന്ദൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ എക്സൈസും തദ്ദേശ വകുപ്പും അതേപടി പകരമെത്തിയ MV രാജേഷിന് നൽകിയിരുന്നു. എന്നാൽ K രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പുകൾ വിഭജിച്ചു നൽകി. OR കേളു ദേവസ്വം മന്ത്രിയായാൽ എന്താണ് പ്രശ്നം? KR രാധാകൃഷ്ണന് പകരം മന്ത്രിയാകുന്ന ആൾക്ക് അതേ വകുപ്പുകൾ തന്നെ നൽകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പൊതുവകുപ്പുകൾ പൂർണ്ണമായും എടുത്തുമാറ്റി പകരം ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ CPM മന്ത്രിയെ പട്ടികജാതി പട്ടികവർഗ വികസനം മാത്രം നോക്കിയാൽ മതി എന്ന് തീരുമാനിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? K രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായപ്പോൾ ഇതാ വിപ്ലവം നടപ്പിലായി എന്ന് പാട്ടുപാടി നടന്ന CPM അണികൾ എവിടെയാണ്? ഈ അനീതിക്ക് മുന്നിൽ മിണ്ടാതിരിക്കാൻ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് കഴിയുന്നത്? കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ K രാധാകൃഷ്ണന് പകരം വന്ന മന്ത്രിസഭയിൽ എത്തുന്നത് അതേ വകുപ്പുകൾ തന്നെ നൽകണോ എന്നത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ്. പക്ഷേ ഇതൊരു മന്ത്രിസഭാ പുനഃസംഘടന ആയിരുന്നില്ല. K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് മാത്രം മന്ത്രിസഭയിൽ ഉണ്ടായ ഒഴിവാണ്. വിപ്ലവവും പുരോഗമനവുമായി വ്യാഖ്യാനിച്ച മന്ത്രിയുടെ ദേവസ്വം വകുപ്പ് എന്തുകൊണ്ട് ആദ്യത്തെ ആദിവാസി മന്ത്രിക്ക് നൽകിയില്ല എന്ന് CPM വിശദീകരിക്കുന്നില്ല. ദേവസ്വം പാർലമെന്ററി വകുപ്പുകൾ തന്നിരുന്നെങ്കിൽ വേണ്ടെന്ന് പറയാമായിരുന്നു എന്ന് OR കേളുവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന സാമൂഹിക മനോഭാവത്തിന്റെ പേരാണ് ജാതി. പകരം ഈ മന്ത്രിസഭയിൽ ഇപ്പോൾ ഞെളിഞ്ഞിരിക്കുന്നവർക്കൊക്കെ പഞ്ചായത്ത് അംഗമായിട്ടെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കാൻ കരുത്തു നൽകുന്ന മുന്നേറ്റത്തിന്റെ പേരാണ് പുരോഗമനം. അനീതി നടപ്പിലാക്കാൻ തീരുമാനമെടുത്തവരെ ചോദ്യം ചെയ്യാനും തിരുത്തിക്കാനും കഴിയുന്ന രാഷ്ട്രീയ മാറ്റമാണ് വിപ്ലവം. OR കേളുവിന്റെ മന്ത്രിസ്ഥാനം അർഹതയും നീതിയുമാണെങ്കിൽ വകുപ്പ് വിഭജനം വലിയ ഒരു അനീതിയാണ്.